ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ദേവയാനി പോലീസ് സ്റ്റേഷനിലിട്ട് അഭിയെയൊക്കെ പൊളിച്ചടുക്കുക കേട്ടോ. അപ്പോൾ ആ പെണ്ണിന് 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നതെന്നും ബാക്കി 40 ലക്ഷം രൂപ അഭിക്ക് എടുക്കാനാണെന്നുള്ള കാര്യങ്ങളും ദേവയാനി അറിഞ്ഞു കഴിഞ്ഞു. അതങ്ങ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആണെന്നുണ്ടെങ്കിലോ ഭയങ്കര കലിപ്പ് കയറി നമ്മുടെ ദേവയാനിക്ക്. നിന്റെ ഒരടവും നടക്കില്ലടാ, അർഹതപ്പെട്ട മുതൽ അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തുകയുള്ളൂ എന്ന് ദേവയാനി പറയുക. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണെന്നും ദേവയാനി ഇവനോട് പറയുക കേട്ടോ. ആദർശിൻ്റെ കയ്യിൽ ഞാൻ 50 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തു വിട്ടു, അവിടെ എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലെന്നും, പക്ഷേ നിന്റെ കയ്യിൽ എത്തുമ്പോൾ അത് അങ്ങനെയല്ല, അവനത് കൊടുക്കേണ്ടവർക്ക് കൃത്യമായി കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളും ദേവയാനി പറയാം. ഇവിടെ നീ അവനെയും മോശക്കാരനാക്കാൻ നോക്കിയില്ലേ, എനിക്ക് അവനെയും നിന്നെയും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നീ ഇവളാണ് എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇവളെ ഫോളോ ചെയ്തതെന്നും നിന്റെ വാക്ക് കേട്ട് എന്നെ പറ്റിക്കാൻ ഇറങ്ങിയ ഇവളുടെ തലയ്ക്കകത്തും ആൾതാമസമല്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായെന്നും ദേവയാനി അവനോട് പറയുക. എനിക്ക് കരള് തന്ന പെൺകുട്ടി ആരാണെന്ന് ചിലപ്പോൾ പറയേണ്ടവർ പറഞ്ഞില്ലെന്ന് വരുമെന്നും, എന്നാലേ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാത്ത ഒരുത്തി വന്ന് അവളാണത് ചെയ്തതെന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി ഞാനത് കാശ് തരുമെന്ന് നീ കരുതിയോടാന്ന് ദേവയാനി ചോദിക്കാം. അവളെ ഞാൻ വിശ്വസിക്കുമെന്ന് നീ കരുതിയോ എന്ന് ചോദിച്ചു. അന്തം വിട്ട് നോക്കി നിൽക്കുക നമ്മുടെ അഭി. ആൾമാറാട്ടത്തിനെ ഇവളെ ജയിലിൽ പറഞ്ഞു വിടേണ്ടതാണെന്നും അതിന് പ്രേരിപ്പിച്ച നിന്നെയും അതുപോലെ തന്നെ ചെയ്യേണ്ടതാണെന്നും ദേവയാനി പറഞ്ഞ് ഇവരെ പേടിപ്പിക്കുക കേട്ടോ. പിന്നെ നീയൊക്കെ ആഗ്രഹിച്ചത് നടക്കാത്തത് കൊണ്ട് ഞാൻ എന്തായാലും ആ വഴിക്ക് നീങ്ങുന്നില്ല എന്നും പറഞ്ഞു. ഇനിയെങ്കിലും പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് വിശ്വസനീയമായ കള്ളങ്ങൾ പറയാൻ നീ ശ്രമിക്കുക എന്നും പറഞ്ഞ് അതിനുള്ള ബുദ്ധി പോലും നിനക്ക് ഇല്ലല്ലോടാന്നും പറഞ്ഞ് അഭിയെ അവിടെ ഇട്ട് തരം താഴ്ത്തിയിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോയി. ഇവനാണെ കയ്യും കാലൊക്കെ തൂത്തും പിടിച്ചു നോക്കി അവിടെ നിൽക്കുക. അങ്ങനെ ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മേലിൽ ഇത്തരം തട്ടിപ്പോയിട്ട് ഇറങ്ങിയേക്കരുത്, പോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാർ ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ശരണ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാറ് അഭിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് അവൻ്റെ ചെവിക്കല്ല് തീർത്തൊരൊറ്റ ഒരെണ്ണം അങ്ങ് കൊടുത്തു. അയ്യോ, ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ സാറും പോയിക്കോ എന്ന് നമ്മുടെ SI സാറ് പറഞ്ഞു. പോകുന്നതിന് തൊട്ട് പോകുന്നു നിന്നെ, ഇനി ഇതിൻ്റെ പേരിൽ ഇരുട്ടടി എങ്ങനെ ഉണ്ടാവൂടാ എന്ന് ചോദിച്ചു കേട്ടോ. നീ അനന്തപുരിയിലെ പയ്യനായതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാ അവിടെ ഉള്ളവർ നിനക്ക് എന്ത് വിലയാണ് തരുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായെന്നും, അതുകൊണ്ട് ഇനി പകരം വീട്ടാൻ വന്നാലേ പിന്നെ നിന്റെ താമസം ജയിലിലായിരിക്കുമെന്നും ആ സാറ് പറയുക കേട്ടോ. പോടാ എന്നും പറഞ്ഞു തന്നിട്ട് അഭി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അഭി ഇറങ്ങി ചെല്ലുന്നത് നോക്കി ശരണ്യ എന്ന് പറയുന്ന പെണ്ണ് അവിടെ നിൽക്കുക. അഭി ആണെങ്കിൽ നടുവും കൈയും ഒക്കെ തിരുമ്മി ഇറങ്ങി ചെല്ലുമ്പോൾ, എടാ നീ എന്നെ ഒരിക്കലും തേച്ചിട്ട് പോയതാണെന്നും പിന്നെ നീ വീണ്ടും വന്നപ്പം നീയുമായിട്ട് ഒരിടപാടിനും ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാ, പിന്നെ പൈസ കിട്ടുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നാലെ വന്നതെന്ന് ശരണ്യ പറഞ്ഞു. അപ്പോൾ എടി പൈസ കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഞാനും ഇതിന് നിന്നതെന്ന് അഭി ചോദിക്കാം. അപ്പോൾ നിന്റെ അമ്മായിയാണ് പൈസ ഓഫർ ചെയ്തത്, അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയതെന്നൊക്കെ ശരണ്യ പറയുമ്പോൾ, എന്ന് കരുതി പോലീസ് കേസൊന്നും ആയിട്ടില്ലല്ലോ. കേസായില്ല, പക്ഷെ പോലീസുകാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരിക്കൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ ആ രീതിയിലേ നമ്മളെ എല്ലാവരെയും നോക്കത്തുള്ളൂ. നിന്റെ കൂടെ കൂടിയിട്ട് എൻ്റെ ജീവിതം ഇല്ലാതായടാ, നീയാ എൻ്റെ സകല തെറ്റുകളും ചെയ്യാൻ പഠിപ്പിച്ചതെന്നും ഇതിന് മുൻപും അങ്ങനെ തന്നെയാണെന്നൊക്കെ ശരണ്യ പറയുമ്പം, ഇതിനു മുന്നേ ഞാൻ എന്താ ചെയ്തെന്നാ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം, അതൊന്നും നീ എന്നെ കൂടെ കൂടുതൽ പറയിപ്പിക്കരുത്, നീ കാരണമാണ് ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിക്കാത്തതെന്നും, എന്ന് വെച്ചാ ഒരു പെൺകുട്ടിയുടെ മനസ്സും മാനവും കവർന്നെടുത്തിട്ടാ നീ പലപ്പോഴും എന്നെ പോലെയുള്ള പെൺകുട്ടികളെ ഒഴിവാക്കുന്നതെന്നൊക്കെ ശരണ്യ പറഞ്ഞു. എടി മോളെ, നിനക്കന്നുണ്ടായ നഷ്ടത്തിന് ഞാൻ കോമ്പൻസേഷൻ തരാമെന്ന് അഭി. എത്ര തരും നീ? എത്ര നീ തരുന്നേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 10 ലക്ഷമൊന്നും നീ തരണ്ട. തരാമെന്ന് പറഞ്ഞാലും തരത്തില്ലെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ 1 ലക്ഷം അതെനിക്ക് കെട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. 1 ലക്ഷമോ? നീ എന്തൊക്കെയാ പറയുന്നതെന്ന് അഭി ചോദിച്ചപ്പം, എനിക്കെന്നുണ്ടായ നാണക്കേടിന് പോലീസ് വാഹനത്തിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നതിന് നീ എനിക്ക് പറഞ്ഞ തുക തന്നേ പറ്റുമെന്ന് ആ പെണ്ണ് പറയുമ്പോൾ, എടി എൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു നാടകത്തിന് നിന്നതെന്ന് അഭി ചോദിച്ചു. ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞ 1 ലക്ഷം എനിക്ക് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ നേരെ അങ്ങ് വരും അനന്തപുരിയിലോട്ട്, മൂർത്തി സാറിൻ്റെ മുന്നിലോട്ട്. അഭി ഞെട്ടി. നീ ഏതാ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ, നീ അങ്ങനെ വേണമെങ്കിലും കരുതിക്കോ. നിന്റെ തറവാട്ടിൽ വന്നിട്ട് കാര്യം നടന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാനത് പരസ്യപ്പെടുത്തുമെന്നും, എനിക്കിനി നഷ്ടപ്പെട്ടു പോകാൻ ഒന്നുമില്ല. നമ്മളെ പോലീസ് വാഹനത്തിൽ കയറ്റുമ്പോൾ എന്നെ അറിയുന്ന ചിലർ എല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ നാട്ടുകാർ ഇതൊക്കെ അറിയുമെന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെയുള്ളപ്പം ഞാൻ മാത്രം എന്തിനാ നോറുന്നത്, നീയും കൂടെ അങ്ങ് പോരെ എൻ്റെ കൂടെ എന്നും പറഞ്ഞിങ്ങനെ ഇത് പറയുമ്പോൾ, ഇപ്പം ഞാനും നാണം കെട്ടില്ലേ, അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോന
ഇപ്പം തല്ല് കൊണ്ടതെന്നൊക്കെ അഭി ഇങ്ങനെ വലിയ ജാട പറയുമ്പോൾ നിനക്കിതൊന്നും കൊണ്ടാ പോരടാ, നീ ഉണ്ടല്ലോ നീ പേ പിടിച്ച് ചാവണം, മിക്കവാറും നിന്നെ അവർ കൊല്ലും, ആരാണെന്ന് അറിയാവോ, നിന്റെ ഭാര്യയായിട്ട് ഒരുത്തിയില്ലേ അവള് തന്നെ നിന്നെ കൊന്നോളൂ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവൾ ഒഴിവാക്കാൻ നടക്കുവാന്ന് പറഞ്ഞു. എടാ അവളൊരു അമ്മയാകാൻ പോകുന്നവളല്ലേ എടാ, അങ്ങനെയുള്ളവളെയാണോടാ നീ ഒഴിവാക്കാൻ പോകുന്നത്? സ്വന്തം കുഞ്ഞിനോട് പോലും സ്നേഹമില്ലാത്ത ദുഷ്ടനായി പോയല്ലോടാ നീ, പോയി തൂങ്ങി ചാവടാ നീ എന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആ പെണ്ണ് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സാർ ഇറങ്ങി വന്നു. എന്താടാ അവളും നിന്റെ ദേഹത്ത് കൈവച്ചോടാ എന്ന് ചോദിച്ചുകൊണ്ട്. മൂർത്തി സാറിന്റെ കൊച്ചുമോനായതുകൊണ്ടാ, അല്ലെങ്കിൽ ഇന്നത്തെ സംഭവം മുഴുവൻ എടുത്ത് ക്യാമറ പതിഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പരസ്യപ്പെടുത്തിയാനേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ SI സാറ് പറയാട്ടോ. പിന്നെ അങ്ങനെ പബ്ലിക്കിനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അത് ആ മനുഷ്യനാ കുറച്ചിൽ, അതുകൊണ്ടാണ് ഇത് വേണ്ടാന്ന് വെക്കുന്നത്. തൽക്കാലം നീ രക്ഷപ്പെട്ടെന്ന് കരുതിക്കോളാനും സാർ അവനോട് പറയുക. പിന്നെ നീ ഇന്നൊരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടാ നിന്റെ ദേഹത്ത് പോലീസുകാർ കൈവച്ചത്, അതിൻ്റെ പേരിൽ നീ തിരിച്ചടിക്കാൻ നിന്നാലേ പിന്നെ നീ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനാണ് നീ എന്നൊന്നും ഞാൻ നോക്കത്തില്ലെന്നും പറഞ്ഞ് നിന്റെ വാരിയിൽ ഇടിച്ച് ഓട്ടിക്കും ഞാനെന്നും സാർ അവനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പോടാന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടുക. അബി അവിടെ നിന്ന് പോയി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് തറവാട്ടിൽ നമ്മുടെ ജയൻ ഇങ്ങനെ ഇരിക്കുക. അപ്പം നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക, ഫോൺ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ നയനെ അങ്ങ് വന്നു. അച്ഛാ ആദർശേട്ടനും ആകെ ടെൻഷനിലാ എന്ന് പറഞ്ഞു. അതെ, അവനൊരു ഇമ്പോർട്ടൻ്റായ മീറ്റിങ്ങിനാണ് പോയിരിക്കുന്നത്, അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ അവിടുത്തെ കാര്യങ്ങൾ നന്നായി നോക്കാൻ പറ, ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഇവർ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി ഇതേ കയറി വരുന്നു. അപ്പോൾ ദേവയാനിയെ കണ്ടു കഴിഞ്ഞപ്പം അമ്മ വന്നല്ലോ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷനോടെ നയനെ അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ജയനും അതുപോലെ തന്നെ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവയാനി ഒന്നും അല്ലാത്തതുപോലെ യാതൊരു അവസരവും ഇല്ലാതെ കയറി വരുന്നു. അപ്പോൾ ദേവയാനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ താനിത് എവിടെ പോയതാടോ എന്ന് ചോദിച്ചു ജയൻ. അപ്പോൾ അവളെ കാണാൻ തന്നെയാ, ആ പെൺകുട്ടിയെ. ഏത് പെൺകുട്ടിയെ? അതെന്തൊരു ചോദ്യം ചേട്ടായി ചോദിക്കുന്നേ? എന്നെ സഹായിച്ചൊരു പെൺകുട്ടിയില്ലേ നയന, അവളെ കാണാനാ ഞാൻ പോയതെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ, ഞെട്ടിപ്പോയി. അപ്പോൾ ദേവയാനി രണ്ടുപേരുടെയും ഭാവമാറ്റങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. ഈ സമയത്ത് ജലജ ഇത് കേട്ടോണ്ട് വന്നായിരുന്നു. ജലജ അപ്പുറം നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും, എല്ലാം കിട്ടും ഇപ്പം കിട്ടുന്ന ഓർത്ത്. അപ്പോൾ ഇവർ പേടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടതാ, നിങ്ങൾക്കൊക്കെ എന്താ വലിയ സങ്കടമായിപ്പോയോ എന്ന് ദേവയാനി ചോദിച്ചപ്പം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നീ എന്തിനാ ദേവയാനി അതിൻ്റെയൊക്കെ പിന്നാലെ പോയതെന്ന് ചോദിച്ചു ജയൻ. ആരും എന്നോട് ആ പെൺകുട്ടിയെ പറ്റി ഒന്നും പറഞ്ഞു തന്നില്ല തന്നോ? നിങ്ങളാരും പറഞ്ഞു തന്നില്ലല്ലോ. അവസാനം ഞാനായിട്ട് തന്നെ അവളെ കണ്ടെത്തി, അത്രേ ഉള്ളൂ. അതുമാത്രമല്ല അവൾ എതിർത്തിട്ടും ഞാൻ അവൾക്ക് 50 ലക്ഷം രൂപയും കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴേക്ക് ഇവർ രണ്ടുപേരും അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അയ്യോ, ജലജയുടെ സന്തോഷം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ജലജ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് 50 ലക്ഷം രൂപയോ എന്ന് എന്നെ ചോദിച്ചു. അതിന് നീ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നതെന്ന് ദേവയാനി അന്നേരം നയനോട് ചോദിച്ചു. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ഏട്ടത്തിയെ സഹായിച്ചു, അതിനുള്ള പ്രതിഫലം ഏട്ടത്തി കൊടുക്കുകയും ചെയ്തു, അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഉരുകുന്നതെന്നും ചോദിച്ചുകൊണ്ട് ജലജ അന്നേരം ദേവയാനിയുടെ മുന്നിൽ വെച്ച് നയനയോട് ചോദിക്കാം, അർഹതപ്പെട്ട കൈകളിലേക്കാണോ ആ പണം പോയതെന്നൊക്കെ ആർക്കറിയാം എന്ന് ജയം പറഞ്ഞപ്പോൾ അർഹതപ്പെട്ടവളുടെ കയ്യിലേക്ക് തന്നെയാണ് ആ പണം പോയിരിക്കുന്നതെന്ന് ദേവയാനി പറഞ്ഞു. അപ്പോഴത്തേക്കും ജയൻ, നീ ആ പണം അവളുടെ അക്കൗണ്ടിലിട്ട് കൊടുക്കുകയാണോ ചെയ്തതെന്ന് ചോദിച്ചു. അത് 50 ലക്ഷത്തിൻ്റെ ചെക്ക് അവളുടെ കയ്യിൽ എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് അവൾ എന്നോട് സമ്മതിച്ചിട്ടുമുണ്ട്, ഇപ്പം അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നും പറഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പം അമ്മ എന്തൊരു അബദ്ധമായി കാണിച്ചതെന്ന് നയന ചോദിച്ചു കേട്ടോ. അപ്പം അതെങ്ങനെ അബദ്ധമാകുന്നത്? ഏട്ടത്തിയുടെ ജീവൻ രക്ഷിച്ചവളെ ഏട്ടത്തെ സഹായിച്ചു, അതിന് 50 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലാണ്, എങ്കിലും പൈസ അല്ലല്ലോ വലുത്, ഒരു ജീവനല്ലേ. ഏട്ടത്തേക്കാണെങ്കിൽ ആ തുക നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ നടന്ന് ദുഃഖിക്കുന്നതെന്ന് ജലജ ചോദിക്കുക നയനയോട്. ഇതൊക്കെ കണ്ട് നമ്മുടെ ദേവയാനി ആസ്വദിക്കാം. ദേവയാനി, നീ ഇപ്പം അബദ്ധം ചെയ്തത്, എനിക്കങ്ങനൊന്നും തോന്നിയിട്ടില്ല ചേട്ടാ. പിന്നെ ജലജ പറഞ്ഞതുപോലെ പൈസയെക്കാളും വലുതാ ഒരു മനുഷ്യൻ്റെ ജീവൻ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാവുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും ദേവയാനി പറയാം. എന്നിട്ട് ഒരു പാവം കുട്ടിയാ, സമ്പന്നയൊന്നുമല്ല, പിന്നെ അതുകൊണ്ട് അവൾ ഇനി എനിക്ക് എൻ്റെ മോളെ പോലെയാ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ നയനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയാം. നയനെ അന്നേരം അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, പേടിച്ച് വല്ലാതെയായിട്ട്. അതുപോലെ തന്നെ ജയനും
അങ്ങനെ ഇവരെ എല്ലാവരും ഒന്ന് വട്ടം കറക്കിയിട്ട് നമ്മുടെ ദേവയാനി അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. ദേവയാനി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നീയാണ് ഇതൊക്കെ ഒപ്പിച്ചത്, നിന്റെ സംസാരം കേട്ടിട്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് ജയൻ ജലജയോട് ചോദിച്ചു. എൻ്റെ പൊന്നിയേട്ടാ എനിക്കൊന്നും അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു നേരം ജലജ. ഇത് വലിയ ചതിയായി പോയല്ലോ അച്ഛൻ എന്ന് നയനെ പറയുമ്പോൾ എന്തോന്ന് ചതി, നിന്റെ വീട്ടിൽ വന്ന് ഏട്ടത്തി വിളിച്ചുകൊണ്ട് വന്നത് ഏറ്റവും വലിയ ചതി, അല്ലാതെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ഏട്ടത്തി സഹായിച്ചതൊന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ജലജ അകത്തേക്ക് കയറിപ്പോയി. ജലജ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം ഇനി എന്ത് ചെയ്യും അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് തൊട്ടടുത്ത നിമിഷം തന്നെ ബാങ്കിലെ മാനേജറെ നമ്മുടെ ജയൻ ഫോണിൽ വിളിക്കുക കേട്ടോ. അപ്പോൾ ബാങ്ക് മാനേജറെ ഫോണിൽ വിളിച്ചു. ഹലോ സാർ, എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എടോ അവിടെ ആരെങ്കിലും ദേവയാനിയുടെ ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. ചെയ്തിരുന്നല്ലോ സാർ, അത് ബൗൺസ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ബൗൺസ് ആയിരുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല. ആ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു സാർ. അതെന്താ അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോടോ, ദേവയാനിയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നല്ലോ, അത് പിന്നെ മേഡത്തിന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു സാർ എന്ന കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ബാക്കിയൊക്കെ മേഡത്തിനെ അറിയത്തുള്ളൂ സാർ എന്ന് പറയുമ്പം ശരി സാർ എന്നും പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാന്ന് നയനെ ചോദിക്കുമ്പം ആ ചെക്ക് പ്രസൻറ്റ് ചെയ്തു, പക്ഷെ പാസ്സായില്ല, ദേവയാനിയുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ അച്ഛാന്ന് നയനെ പറയാം കേട്ടോ. ഇതിനകത്ത് എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് മോളെ, അതിനി അയാൾ തന്നെ പറയട്ടെ, അപ്പം നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ മകനെ വിളിയോ അമ്മ പൈസയും കിട്ടിയപ്പോൾ മുങ്ങിയോ എന്ന് ഓർത്തിട്ടെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഓടുക. എൻ്റെ പൊന്നെ പൈസ കിട്ടി കഴിഞ്ഞപ്പോൾ അവനെ പെണ്ണുമായിട്ട് കറക്കമായിരിക്കും, അവനെ അല്ലെങ്കിൽ കൂട്ടുകാരെ സൽക്കരിക്കുമായിരിക്കും. എന്നാലും ആ സമയത്ത് ഐഡിയ പറഞ്ഞു കൊടുത്ത അമ്മയെ പറ്റി അവൻ ആലോചിക്കുന്നതേ ഇല്ലല്ലോ എന്നും പറഞ്ഞ് ജലജ ഫോണെടുത്ത് വിളിച്ചോണ്ടേ ഇരിക്കുക കേട്ടോ. ജലജയ്ക്കാണ് അബിയോട് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദുവിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ട് നന്ദു അവിടെ കിടന്ന് തുള്ളിച്ചാടുക സന്തോഷം കൊണ്ട്. എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അച്ഛനെ നേരെ അവിടെ ഈ പ്രതിമകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാം ഒതുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നന്ദു ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത്. അച്ഛാന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ എന്തു പറ്റി, എന്താടാ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ പറ്റിയത് എന്താണെന്നൊക്കെ ഞാൻ പറയാം അച്ഛാന്ന് പറഞ്ഞ് നന്ദു ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുക. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ അമ്മയെയും കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് നന്ദു തുള്ളിച്ചാടുക. അപ്പം എന്താടി കാര്യം പറയാൻ പറഞ്ഞു. എന്താ നിനക്ക് ഇത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പം അത് തന്നെ ഞാനും ചോദിച്ചതെന്ന് പറഞ്ഞു നമ്മുടെ അച്ഛനും. അച്ഛാ ഞാൻ SI ടെസ്റ്റ് പാസ്സായി, ലിസ്റ്റിലുണ്ടെന്നുള്ള കാര്യം നമ്മുടെ നന്ദു പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും സന്തോഷം കൊണ്ട് മാത്തി മറന്ന് തുള്ളിച്ചാടുക. സത്യമാണ് മോളെ എന്ന് ചോദിക്കുമ്പോൾ സത്യമാണെന്ന് പറഞ്ഞു. ആഗ്രഹിച്ചത് തന്നെ നേടിയല്ലോ എന്നും പറഞ്ഞ അച്ഛൻ. അപ്പോൾ ജോത്സ്യൻ പറഞ്ഞത് നേരെ ആയല്ലേ എന്നും ചോദിച്ചുകൊണ്ട് കനകം പറയുവാണ്. ജോത്സ്യൻ പ്രവചിച്ചാലും ഇവള് നന്നായിട്ട് പഠിച്ചത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ ടെസ്റ്റ് ഇവള് പാസ്സായതെന്ന് നമ്മുടെ അച്ഛൻ ചോദിക്കുക കേട്ടോ. പക്ഷേ സത്യത്തിൽ ഇത് കേട്ടിട്ട് എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ലെന്ന് കനകം പറഞ്ഞത് കേട്ടപ്പോൾ അതൊന്നും അമ്മ അങ്ങനെയെന്ന് ചോദിച്ചു. നന്ദുവേ കാക്കി ഇടുന്നതിന് മുന്നേ തന്നെ നീ കൈ കിട്ടുന്നവരൊക്കെ ചതച്ചിട്ടല്ല അത് വിടില്ല, ഇനി കാക്കിയും കൂടി ഇട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചു. എന്തായാലും ഇത്രയും നാളും എനിക്ക് ഒരു ആനുകൂല്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ പോലീസുകാരി എന്നുള്ളൊരു ആനുകൂല്യം കിട്ടാൻ പോവുകയാണെന്ന് നന്ദു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. മുന്നിൽ നിൽക്കുന്നത് ആരായാലും നിയമം വിട്ട് എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവരുടെ കാര്യം പോക്കാമേ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു. അത് തന്നെയാണ് എൻ്റെ പേടിയും. കീരിക്കാടൻ ജോസുമാർ ഒത്തിരി ഉണ്ട് സമൂഹത്തിൽ, അത് നിനക്ക് നല്ല ഓർമ്മ വേണമെന്ന് പറഞ്ഞപ്പം എനിക്കൊരു കീരിയെയും കീരിക്കാടനെയും ഒന്നും പേടിയില്ലെന്ന് നമ്മുടെ നന്ദു. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞപ്പം ഈ സന്തോഷ വാർത്ത ചേച്ചിമാരെ വിളിച്ച് അറിയിക്കണ്ടേ എന്ന് അച്ഛൻ ചോദിച്ചപ്പം എന്തിനാ അച്ഛൻ വിളിച്ചറിയിക്കുന്നത്, ഞാൻ നേരിട്ട് തന്നെ പോയി പറയാം എന്ന് നമ്മുടെ നന്ദു പറയൂ കേട്ടോ. അപ്പോൾ അനന്തപുരിയിലേക്ക് പോകാനോ, പിന്നെ ഇതൊരു സന്തോഷ വാർത്തയല്ലേ അമ്മേ, അപ്പം പിന്നെ ഞാൻ എൻ്റെ ചേച്ചിമാരോട് നേരിട്ട് തന്നെ പോയി പറയണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ കനകത്തിന് ആകെ ഒരു വെപ്രാളവും ടെൻഷനൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ ചെന്ന് ഞാൻ ആരുടെയും മുഖത്ത് നോക്കുന്നില്ല, പ്രത്യേകിച്ച് അനാമികയുടെ, അതൊന്നും ഓർത്ത് അമ്മ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ എന്നെക്കാളും സന്തോഷമായിരിക്കും എൻ്റെ ചേച്ചിമാർക്കെന്നൊക്കെ പറഞ്ഞ് നന്ദു അനന്തപുരിയിലേക്ക് പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ചേച്ചിമാരോട് പറയണം, ഞാൻ പോയിട്ട് വരാം അമ്മേ എന്ന് പറഞ്ഞ് തുള്ളി ചാടി പോവുക. അപ്പോൾ എനിക്കാണ് ആകെ പേടിയാകുക ഗോവിന്ദേട്ടാ, നന്ദൂട്ടൻ്റെ കാര്യം, താനിങ്ങനെ എന്തിനാണോ ടെൻഷൻ ആകുന്നേ, ആദ്യം നന്ദൂട്ടൻ്റെ ട്രെയിനിങ്ങൊക്കെ ഒന്ന് കഴിയട്ടെ എന്നും പറഞ്ഞ് അത് കഴിഞ്ഞാലേ നിയമനവും കാര്യങ്ങളൊക്കെ വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ സമാധാനിപ്പിക്കുക. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ജോലി കിട്ടിയല്ലോ കനകെ, അതും അവൾ ആഗ്രഹിച്ച ജോലി തന്നെ അവൾക്ക് കിട്ടിയല്ലോ എന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറയുക കേട്ടോ. ഈശ്വരാ എന്നും പറഞ്ഞ് ദൈവങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് നമ്മുടെ കനക അവിടെ നിൽക്കുവാണ്. പിന്നെ ഇവിടെ ജലജ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അമ്മ ഇത് കണ്ടു. നീ കുറേ നേരമായിട്ട് ആരെയാ കാത്തിരിക്കുവാണല്ലോ, ആരെയാ എന്ന് അമ്മ ചോദിക്കുമ്പോൾ എൻ്റെ മോനെ തന്നെയാണെന്ന് പറഞ്ഞു.
അവനെ കാത്തിരിക്കാൻ എന്താ, അവൻ തോന്നുമ്പോഴല്ലേ വരുന്നേ എന്ന് മുത്തശ്ശി ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് ശരിയാ, പക്ഷെ ഇപ്പോൾ വിളിച്ചിട്ട് അവൻ കോൾ എടുക്കുന്നില്ലമ്മേ. അത് പുതിയതായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. വീട്ടിലിരിക്കുന്നവരെ പറ്റി യാതൊരു ചിന്തയില്ലാത്ത ഒരുത്തനല്ലേ ഒരു പെണ്ണ് നിറവേറുമായിട്ട് ഇവിടെ നിൽക്കുക. അവളെക്കുറിച്ച് പോലും യാതൊരു ചിന്തയും അവനില്ലെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ വരുന്നു മകൻ വീട്ടിലേക്ക് വന്നപ്പോൾ കവളൊക്കെ തിരുമ്മിയും തടവിക്കുക കയറി വരുന്നത്. മകനെ കണ്ടപ്പോഴേക്കും അമ്മ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. അപ്പം മുത്തശ്ശി പറഞ്ഞു, ആഹാ അവൻ ദേ വരുന്നുണ്ടല്ലോ, ഇനി നീ ടെൻഷൻ അടിക്കണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അഭിച്ചേട്ടൻ വീട്ടിലേക്ക് കയറി വരുന്നത്. അഭിക്കാണെങ്കിൽ ആകെ പേടി, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നുള്ളത്. കവളും തടവി ഇങ്ങനെ കയറി വരുവാണ് അഭി. അന്നേരത്തേക്കും ദേവയാനിയും ജയനും ഒക്കെ കൂടെ ഇറങ്ങിയും വരുക. അപ്പോൾ അവരിറങ്ങി വരുന്ന സമയത്ത് ജലജ എഴുന്നേറ്റ് മോൻ്റെ അടുത്തേക്ക് ചെന്നു. നീ ഇതുവരെ എവിടെയായിരുന്നടാ എന്ന് അമ്മ ചോദിക്കാം. അപ്പം നിന്റെ കവളിൽ എന്താടാ ഒരു പാട്, ആരെങ്കിലും നീ തല്ലിയോടാ, എന്താ പറ്റി നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയാം എന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനി രംഗത്തേക്ക് വന്നില്ലേ. അപ്പോൾ അഭി ഇങ്ങനെ ഉണ്ടക്കണ്ണം പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അമ്മയെ നോക്കുന്നുണ്ട്, ദേവയാനിയെ നോക്കുന്നുണ്ട്. പോലീസുകാർ കൊണ്ടുപോയി നന്നായി പെരുമാറിയല്ലേ എന്ന് ദേവയാനി ചോദിച്ചു. അപ്പോഴും അഭി ഇങ്ങനെ ചമ്മി നിൽക്കുക കേട്ടോ, ഒന്നും മിണ്ടാൻ പറ്റാതെ. അപ്പോൾ എന്താ ദേവയാനി എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ എന്താണെന്നോ, ഇവനെ നമ്മുടെ കമ്പനിയിലെ വെറും ഒരു എംപ്ലോയി ആക്കിയെന്നും പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടവും ഇവള് സംസാരിക്കാറുണ്ടല്ലോ. ജലജ ഇങ്ങനെ നോക്കുക. അങ്ങനെ ഇവനെ തരം താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്നുള്ള കാര്യവും ദേവയാനി പറയണു. അത്രയ്ക്ക് ചതിയനാ ഇവനെന്നും പറഞ്ഞു നമ്മുടെ ദേവയാനി എല്ലാം പറഞ്ഞു കൊടുത്തു മക്കളെ. അപ്പോഴത്തേക്കും നവ്യയും നയനയും ഒക്കെ ഇറങ്ങി വരും കേട്ടോ. ഒരു പെൺകുട്ടി നാളെ അമ്മയാകും, ആ കുഞ്ഞിന് നീ അച്ഛനാണെന്നും എന്നാ ആ ബോധം ഒന്നും ഇല്ലാതെയാ നീ തെറ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ എന്താടോ പറ്റിയെന്ന് ചോദിച്ചു ജയൻ. എനിക്ക് കരൾ തന്ന് പെൺകുട്ടിയെ സഹായിച്ച പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചത് വേറെ ആരുമല്ല ഈ നിൽക്കുന്നവനാണെന്ന കാര്യം ദേവയാനി അന്നേരം പറഞ്ഞു. ഇവരെല്ലാവരും അന്തം വിട്ട് നോക്കുക. അപ്പോൾ ഏതാടാ പെൺകുട്ടി എന്ന് ജയൻ ചോദിച്ചു കേട്ടോ. അവരെല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴേ പറയടാ അതാരാന്ന് പറയടാ എന്ന് ദേവയാനി അഭിയോട് പറയണം. അപ്പം നീ എന്താണോ ഒന്ന് മിണ്ടാത്തതെന്ന് ചോദിച്ചു മുത്തശ്ശി ചോദിച്ചു. അത് ഞാൻ പെൺകുട്ടിയോട് അങ്ങനെയാണ് പറഞ്ഞതെന്ന് അഭി പറയുമ്പം പറഞ്ഞതല്ല നീ പറയിച്ചതല്ലേ എന്ന് ചോദിച്ചു. ജലജ ഞെട്ടി പിടി വീണെന്ന് ജലജയ്ക്ക് മനസ്സിലായി. പോലീസിനോട് അവിടെ സത്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, നീ അതറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ നമ്മുടെ നവ്യ. എന്നെ സഹായിച്ച പെൺകുട്ടിക്ക് ഞാൻ 50 ലക്ഷത്തിൻ്റെ ചെക്ക് ആദർശിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. എന്നിട്ടും ആ പെൺകുട്ടി അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നും അപ്പോഴേ ഇവൻ മനസ്സിലാക്കി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചാൽ അവൾക്ക് 50 ലക്ഷം രൂപ കിട്ടുമെന്നും ആ പൈസയുടെ 3/4 ഇവന് സ്വന്തമാക്കാമെന്നുള്ളതും എന്നും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ മൊത്തമായിട്ട് കാര്യങ്ങളെല്ലാം പറയുക. ഞാനേ സ്റ്റേഷനിൽ പോയിട്ടാണ് വരുന്നത്, അവിടുന്ന് സത്യങ്ങളെല്ലാം മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇപ്പം ജയന് സന്തോഷമായി. 50 ലക്ഷം പെൺകുട്ടിക്ക് കിട്ടിയാൽ 40 ലക്ഷം ഇവനും 10 ലക്ഷം ആ പെൺകുട്ടിക്കും, അങ്ങനെയായിരുന്നു ഇവൻ്റെ കരാറ്. അത് കേട്ടപ്പോൾ നയനയ്ക്കൊക്കെ സമാധാനമായിട്ടോ. അതിൽ നിനക്കത്ര വിഹിതമുണ്ട് ജലജേ എന്ന് ചോദിക്കുമ്പം എനിക്കോ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ജലജ കിടന്ന് ഉരുണ്ട് കളിക്കുമ്പം പറഞ്ഞ് നിൽക്കുക. അന്നേരം നമ്മുടെ ദേവയാനി പറഞ്ഞു തീർന്നില്ല. തൊട്ടടുത്ത നിമിഷം അബിയുടെ ചെകിടത്തിനിട്ട് അടുത്ത അടിയും കൂടെ കൊടുത്തു നമ്മുടെ അമ്മ. എന്താടാ എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയത് പറയടാ എന്നും പറഞ്ഞുകൊണ്ട് മോരെ കഴുത്തിനും കുത്തിനും ഒക്കെ കയറി പിടിക്കുക ജലജ. ലോക അഭിനയം. അപ്പോൾ പറയും ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും ജയൻ ചെന്നിട്ട് വേണ്ട, ഇനിയിപ്പോൾ കൂടുതൽ ഡ്രാമയൊന്നും ഇവിടെ കളിക്കണ്ട, എല്ലാവർക്കും എന്തായാലും എല്ലാം മനസ്സിലായി. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്താണെന്നും ജയൻ പറഞ്ഞു. ഇവിടുന്ന് പുറത്തു പോകാനുള്ള ഒരുപാട് കാരണങ്ങൾ നീ ഉണ്ടാക്കിയിട്ടില്ലേടാ, എന്നിട്ട് നിനക്ക് മതിയായില്ലേടാ എന്ന് മുത്തശ്ശിയും ചോദിച്ചു. ഇവൻ എന്നോട് കരൾ തന്ന പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോഴേ തന്നെ സംശയിച്ചതാണെന്ന കാര്യവും അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ വാങ്ങിയിട്ട് ഞാനത് ഹോസ്പിറ്റലിൽ കാണിച്ചു എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ദേവയാനി പറഞ്ഞു കേട്ടോ. കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് പറയാനേ എന്നെ ചികിത്സിച്ച ഡോക്ടർക്ക് മടിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ കാണിച്ച ഫോട്ടോയിലുള്ള പെൺകുട്ടി അതല്ല എന്ന് പറയാൻ അവർക്ക് ഒരു മടിയുണ്ടായിരുന്നില്ലെന്നും ദേവയാനി പറയുക. അപ്പോൾ ആശുപത്രിയിൽ നിന്നും കൊടുത്ത നിർണായക തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദേവയാനി ഇവരുടെ മുന്നിൽ വിജയിച്ച് നിൽക്കുന്നത്. എടാ നീ ഈ ഒരു വെറും ഫ്രോഡാണ്, നീ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാമെന്ന് ദേവയാനി എന്നിട്ട് അഭിയോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം പറയുമ്പോഴേ അത് സംശയത്തോടു കൂടി മാത്രമേ ബാക്കിയുള്ള എല്ലാവരും നോക്കി കാണത്തുള്ളെന്നും പറഞ്ഞു. ഇത് അമ്മായി നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇവനും എൻ്റെ അമ്മയും കൂടി ഉണ്ടാക്കിയ കഥയാണെന്ന് ഞാൻ പറഞ്ഞു തന്നേനേലോ എന്ന് നവ്യ നേരം പറഞ്ഞു. എനിക്കിതിനകത്ത് ഒരു പങ്കുമില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് ജലജ നിന്ന് പുണ്യാളത്തിൽ ചമയുമ്പോൾ മകൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ബുദ്ധി തന്നെയായിരിക്കും എന്ന് നവ്യ തള്ളക്കിട്ട് മോനിട്ട് നല്ല ഇൻ്റർനാഷണൽ പണി തന്നെ അങ്ങ് കൊടുത്തു. രണ്ടെണ്ണം കൂടെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.